Welcome back to Learn and Grow. Today we are going to discuss Class 7 Basic Science Chapter 10 Safe Food. അല്ലേ? അപ്പം നമ്മുടെ സയൻസിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് സേഫ് ഫുഡ് അല്ലേ? അപ്പോൾ ഇത് പേര് പോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അവസാനത്തെ ചാപ്റ്ററാണ്. പക്ഷേ ഇതിൽ നിന്ന് നന്നായിട്ട് നിങ്ങൾ വായിച്ച് പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. ആദ്യം തന്നെ ഇതിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? നമ്മൾക്കറിയാം. ആദ്യം എന്താണ്? ചീസ്, പിന്നെ എന്താണ്? എഗ്ഗ്, ദോശ, പിന്നെ നെയ്ച്ചോറ് ആൻഡ് ബീഫ്, പിന്നെന്താണ്? ബിരിയാണി, ബർഗർ, പൊറോട്ട, ഐസ്ക്രീംസ് അല്ലേ? അപ്പോൾ ഈ ഒരു വെറൈറ്റി ഓഫ് ഭക്ഷണംസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ താഴെയുണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ, വാട്ട് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റം വി ഹാവ് അല്ലേ? അപ്പോൾ ഈ ഫുഡ് ഐറ്റംസൊക്കെ നോക്കി എന്തൊക്കെ തരത്തിലുള്ള വെറൈറ്റി ഓഫ് ഫുഡാണ് ഉള്ളത് അല്ലേ? ഇത്ര മാത്രമാണോ? അല്ല, ഇനിയും ഒരുപാടുണ്ട് അല്ലേ? അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണുള്ളത്? യു മൈറ്റ് ഹാവ് ടേസ്റ്റഡ് മോസ്റ്റ് ഓഫ് ദം. അപ്പോൾ ഇതിൽ പലതും നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ലിസ്റ്റ് ഔട്ട് ദ ഫുഡ് ഐറ്റം യു യൂഷ്വലി ഈറ്റ് in the science diary. Read out item each of you have listed. Isn't it long list? അപ്പം നിങ്ങൾ കഴിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ പേരുകൾ സയൻസ് ഡയറിയിൽ എഴുതണം. എന്നിട്ട് അതൊന്ന് വായിച്ച് നോക്കിയേ. അത് ഇത്ര വലുതല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വാട്ട് മേ ബി ദ റീസൺ ഫോർ സച്ച് എ ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ് ഐറ്റംസ്? അപ്പോൾ ഇങ്ങനെ ഫുഡ് ഐറ്റംസിൽ ഇത്ര അധികം ഡൈവേഴ്സിറ്റി ഉണ്ടാവാൻ കാരണം എന്താണ്? കാരണം ഹ്യൂമൻ ഓൾവേസ് ഹാവ് പെയ്ഡ് എ സ്പെഷ്യൽ ഇമ്പോർട്ടൻറ്റ് ടു ഫുഡ് അല്ലേ? മനുഷ്യന്മാർ എപ്പോഴും ഫുഡിനൊരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കും അല്ലേ? വി ഓൾസോ എക്സ്പെരിമെൻറ്റ് വിത്ത് ഫുഡ് ഐറ്റംസ് ആൻഡ് മേക്ക് ചേഞ്ചസ് അല്ലേ? നമ്മളും എപ്പോഴും ഈ ഫുഡ് ഐറ്റംസിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാറില്ലേ? ഇപ്പം നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ വേണം അല്ലേ? നമ്മളൊക്കെ സ്പെഷ്യലിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫുഡിൽ ഓരോ ചേഞ്ചസ് വരും അല്ലേ? അതുകൊണ്ടാണ് ഇത്രയും ഡൈവേഴ്സിറ്റി ഓഫ് ഫുഡ് വരാനുള്ള കാരണം. ഡു യു തിങ്ക് ദാറ്റ് ഓൾ ദ ഫുഡ് ഐറ്റം യു ഹാവ് ലിസ്റ്റഡ് ആർ ഹെൽത്തി ഫോർ അസ്? അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഹെൽത്തി ആണോ? അല്ല, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടല്ലേ? ഇപ്പോൾ ഇവിടുത്തെ പിക്ചറിൽ നോക്കിയാൽ തന്നെ ഏതൊക്കെ ബർഗർ, ഐസ്ക്രീം, പിന്നെ പൊറോട്ട, ഇതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് അത്ര ഹെൽത്തി ഫുഡ് അല്ല അല്ലേ? ഈസ് ഇറ്റ് ഹെൽത്തി ടു ഈറ്റ് സെർട്ടൈൻ ഫുഡ് ഐറ്റം റെഗുലർലി? അപ്പോൾ ഇതൊന്നും റെഗുലറായിട്ട് കഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ല അല്ലേ? ഈ ഫുഡ് ഐറ്റംസൊക്കെ ചിപ്സ് അതുപോലുള്ളത്. ഇനി പുവർ ക്വാളിറ്റി ഫുഡ് ഐറ്റം അഡ്വേഴ്സ്ലി അഫക്റ്റ് അവർ ഹെൽത്ത്. എന്താണ് പുവർ ക്വാളിറ്റി ഉള്ളതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മളിങ്ങനെ റെഗുലറായിട്ട് കഴിക്കുന്നത് എന്താവും? നമ്മളുടെ ഹെൽത്തിനെ തന്നെ സാരമായിട്ട് ബാധിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? വൈ ഫുഡ്? വൈ ഡു വി ഈറ്റ് ഫുഡ്? ഡിസ്കസ് ആൻഡ് നോട്ട് യുവർ ഒപ്പീനിയൻ ഇൻ ദ സയൻസ് ഡയറി. എന്തിനായിരിക്കും നമ്മൾ? ഫോർ ഹെൽത്തി ഗ്രോത്ത് അല്ലേ? നല്ല ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അല്ലേ? പിന്നെന്താണ്? ഫോർ എനർജി ടു വർക്ക്. അപ്പോൾ നമുക്ക് വർക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല എനർജി വേണം അല്ലേ? എനർജി ലഭിക്കുന്നത് എവിടെയാണ്? ഭക്ഷണത്തിൽ നിന്നാണ് എനർജി ലഭിക്കുന്നത് അല്ലേ? അപ്പം നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല എനർജി ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ഓർഗൻസൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ശരിയായ അളവിൽ എനർജിയൊക്കെ റിലീസ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കാം. വേർ ഡു വി ഗെറ്റ് ഫുഡ് ഫ്രം? അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ഈ ഫുഡ് കിട്ടുന്നത്? നമുക്ക് ഭക്ഷണം കഴിക്കണം അല്ലേ? നമ്മുടെ ഗ്രോത്തിന്, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ഈ ഭക്ഷണം കിട്ടുന്നത്? ഹൗ മെനി ടൈംസ് എ ഡേ ഡു യു ഈറ്റ്? അപ്പോൾ ഒരു ദിവസം എത്ര ടൈംസാണ് നിങ്ങൾ ഈറ്റ് ചെയ്യുന്നത്? വിച്ച് ആർ ദ ഡിഷസ് യു ജനറലി ഇൻക്ലൂഡ് ഇൻ യുവർ ഡയറ്റ്? അപ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ ഏതൊക്കെ ഭക്ഷണമാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത്? ഫ്രം വെയർ ഡു യു ഗെറ്റ് ദ ഇൻഗ്രീഡിയൻസ് ഫ്രം ദീസ് ഡിഷസ്? അപ്പോൾ ഈ ഡിഷസൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇൻഗ്രീഡിയൻസ് കിട്ടുന്നത്, ഐറ്റംസൊക്കെ കിട്ടുന്നത്? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഒരു ദിവസം കഴിക്കാറ്? രാവിലെ അപ്പം, ഉച്ചയ്ക്കാണെങ്കിൽ ചോറ്, വൈകുന്നേരം ചായ വിത്ത് സ്നാക്സ്, രാത്രി വീണ്ടും എഗെയിൻ അപ്പം അല്ലേ? അങ്ങനെ ഓരോരുത്തരും ഓരോരോ ഡിഫറെൻ്റ് ആണ് അല്ലേ? എല്ലാവരും സെയിം അല്ല. അപ്പോൾ ഇവിടെ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഇതിൽ ഒരു ചൈൽഡിൻ്റെ ലഞ്ചാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും അത് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് എവിടെ നിന്നാണ് ഇവന് വാങ്ങിയതെന്ന് നോക്കാം. ലഞ്ച് ഐറ്റംസ് എന്താണ് ലഞ്ചിന്? ബോയിൽഡ് റൈസ്. ലഞ്ചിന് നമ്മളെല്ലാവരും റൈസാണ് അല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ ബോയിൽഡ് റൈസ്, ഇൻഗ്രീഡിയൻറ്റ് റൈസ്, ചോറ് വയ്ക്കാനായിട്ട് റൈസ് മാത്രം മതി അല്ലേ. സോഴ്സസ് ഓഫ് ദ ഇൻഗ്രീഡിയൻസ് എവിടെ നിന്നാണ് അവന് കിട്ടിയത്? ഫ്രം ദ ഷോപ്പിൽ നിന്ന്. ഇനി ഫിഷ് കറി, ചോറിൻ്റെ കൂടെ നല്ലൊരു ഫിഷ് കറിയും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഫിഷ് എന്തെങ്കിലും വേണം? ഫിഷ്, ഷാലോട്ട്സ്, ടൊമാറ്റോ, ടാമറിൻ, ഗാർലിക്, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, സോൾട്ട്, ഗ്രീൻ ചില്ലി, കോക്കനട്ട് ഓയിൽ, കറി ലീവ്സ്, വാട്ടർ, ഇതൊക്കെ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഒരു ഫിഷ് കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഷ് എവിടെ നിന്നായിരിക്കും അവന് വാങ്ങിക്കാനുള്ള സാധ്യത ഉള്ളത്? ഫിഷ് മാർക്കറ്റ് അല്ലേ, ഫ്രം ദ ഫിഷ് മാർക്കറ്റിൽ നിന്ന്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഷോപ്പിൽ നിന്നോ. പിന്നെന്താണ് ഇവിടെ കറി ലീവ്സ്, പിന്നെ വാട്ടർ, ഗ്രീൻ ചില്ലി, അതുപോലെ ചിലപ്പോൾ വീട്ടിൽ നിന്നും ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ഫ്രം ദ മാർക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ഫ്രം ദ ഷോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, ഫ്രം ഹോം, ഫ്രം വെല്ലെന്ന് എന്താണ്? വാട്ടറാണ് അല്ലേ. അപ്പോൾ അതൊക്കെ എഴുതിയിട്ടുണ്ട് എവിടെ നിന്നാണ് ഓരോ ഐറ്റംസും കിട്ടിയതെന്ന്. തോരൻ. അപ്പോൾ നെക്സ്റ്റ് ഇനി ചോറിൻ്റെ കൂടെ ഒരു ഫിഷ് കറി ഉണ്ട്, പിന്നെ ഒരു തോരൻ ഉണ്ട് അല്ല, എന്തെങ്കിലും വെജിറ്റബിൾ വേണമല്ലോ. അപ്പോൾ കോക്കനട്ട്, പയർ, കോക്കനട്ട്, തേങ്ങ, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, മസ്റ്റാർഡ്, കടുക്, ചില്ലി, ടർമറിക് പൗഡർ അല്ലേ, മഞ്ഞൾപ്പൊടി, സോൾട്ട്, വാട്ടർ. അപ്പോൾ ഇതും എവിടെ നിന്നാണ്? ഫ്രം ഹോം, ഫ്രം ദ ഷോപ്പ്, ഫ്രം ദ വെൽ. ഇനി മാംഗോ പിക്കിൾ, മാംഗോ, ചില്ലി പൗഡർ, അസഫോട്ടിഡ, സോൾട്ട്, ഓയിൽ, ഫെനുഗ്രീക്ക് പൗഡർ, മസ്റ്റാർഡ് ആൻഡ് ടർമറിക് പൗഡർ. അപ്പോൾ എന്താണ്? അച്ചാറും വേണം അല്ലേ, മാംഗോ പിക്കിൾ. അപ്പോൾ മാംഗോ, അതിന് ചില്ലി പൗഡർ, അസഫോട്ടിഡ എന്ന് വെച്ചാൽ കായം, പിന്നെ സോൾട്ട്, ഓയിൽ, ഫെനുഗ്രീക്ക് എന്ന് വെച്ചാൽ ഉലുവ, മസ്റ്റാർഡ്, കടുക് ആൻഡ് ടർമറിക് പൗഡർ. മസ്റ്റാർഡ് ആൻഡ് ടർമറിക് പൗഡർ അല്ലേ. അപ്പോൾ ഇവർ മാംഗോ പിക്കിൾ ഫ്രം ദ ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത് അല്ലേ. പിക്കിൾസൊക്കെ അധികം വീട്ടിലുണ്ടാക്കുന്നവരുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കുട്ടിയുടെ ഒരു ലഞ്ചിൻ്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ. അതെവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ലിസ്റ്റ് യുവർ മെനു ഫോർ 1 മീൽ ഇൻ ദ ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ ഈ കുട്ടി ലഞ്ചിനെ കുറിച്ച് അവനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു നേരത്തെ മീൽ ഇവിടെ താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് ഇതുപോലെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്താം? ചപ്പാത്തിയും വെജിറ്റബിൾ കറി ആയാലോ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിയും അതിനാവശ്യമുള്ള വെജിറ്റബിൾ കറിയാണ് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം? വീറ്റ് ഫ്ലോർ അല്ലേ, ഗോതമ്പ് പൊടി, പിന്നെ വാട്ടർ, സോൾട്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇതെവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്? ഷോപ്പിൽ നിന്നാണ് അല്ലേ. അപ്പോൾ വീറ്റ് ഫ്ലോർ ആൻഡ് സോൾട്ട് ഫ്രം ദ ഷോപ്പ്, വാട്ടർ ഫ്രം ദ വെൽ അല്ലേ. വെള്ളം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണല്ലോ യൂസ് ചെയ്യാറ് അല്ലേ. ഓക്കെ, ഫോർ വെജിറ്റബിൾ കറി, വെജിറ്റബിൾസ്. ഇപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണെന്ന് എഴുതി കൊടുക്കുക. പൊട്ടാറ്റോ, ഗ്രീൻ പീസ്, അതുപോലെ ഓണിയൻ. ഓക്കെ, ദെൻ വാട്ടർ, സോൾട്ട്, സ്പൈസസ്, ഓയിൽ. ഓക്കെ, ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത്. ഇനി സോഴ്സസ് ഓഫ് ദ ഇൻഗ്രീഡിയൻസ് യൂസ്ഡ്. അപ്പോൾ ഫ്രം ദ മാർക്കറ്റ് ആൻഡ് ഫ്രം വെൽ. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ വാട്ടർ ഫ്രം വെൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് നമ്മൾ. നെക്സ്റ്റ് നോക്കാം. വേരിയസ് ഇൻഗ്രീഡിയൻസ് ആർ യൂസ്ഡ് ഫോർ കുക്കിംഗ് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റം അല്ലേ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾക്ക് ആവശ്യമുണ്ട് അല്ലേ. ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ അതിന് ചേർക്കുന്ന ഐറ്റംസ്. ദീസ് ഐറ്റം പ്രൊഡ്യൂസ്ഡ് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് പല പ്ലേസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. യു ഹാവ് റിയലൈസ്ഡ് ദിസ് വെൻ യു അനലൈസ് ദ ടേബിൾ. അപ്പോൾ ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ അല്ലേ, എവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനെയുള്ള ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടുന്നതെന്ന്. The food we eat must be nutritious and safe. Hence, care must be taken to ensure the quality of both the ingredients used for preparing the dishes and the method of preparation. Okay, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കണം? സേഫും പിന്നെ ന്യൂട്രീഷ്യസും ആയിരിക്കണം അല്ലേ.
നമ്മൾ എന്തിനാണ് ഹെൽത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അല്ലേ, നമ്മുടെ ഗ്രോത്തിനും ഹെൽത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ്, ആരോഗ്യകരമായൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാറ്റ് മസ്റ്റ് ബി ന്യൂട്രീഷ്യസ്, നല്ല ന്യൂട്രീഷ്യസ് ആയിരിക്കണം, പിന്നെ സേഫും ആയിരിക്കണം അല്ലേ. അപ്പോൾ ഹെൻസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിൽ ക്വാളിറ്റി ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ കെയർ ഷുഡ് ബി ടേക്കൺ ടു എൻഷുവർ ദ ക്വാളിറ്റി ഓഫ് ബോത്ത് ദ ഇൻഗ്രീഡിയൻസ് ആൻഡ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിങ് ദ ഡിഷസ്. അപ്പോൾ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ക്വാളിറ്റി ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം സേഫ് ഫുഡ്. എന്താണ് സേഫ് ഫുഡ്? ലിസൺ ടു ദ ഡയറ്റീഷ്യൻ. അപ്പോൾ ഇവിടെ ഒരു ഡയറ്റീഷ്യൻ എന്താണ് പറയുന്നത് നോക്കാം. ദ റീസൺ ഫോർ മെനി ഓഫ് അവർ ഹെൽത്ത് പ്രോബ്ലം ആർ ലാക്ക് ഓഫ് ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് ഇംപ്രോപ്പർ ഫുഡ് ഹാബിറ്റ്. ഇൻ ഓർഡർ ടു മേക്ക് ദ ഫുഡ് ഹെൽത്തിയർ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മെനി ഫാക്ടേഴ്സ് റൈറ്റ് ഫ്രം ദ സെലക്ഷൻ ഓഫ് ഫുഡ് ഐറ്റം ടു ഇറ്റ്സ് കൺസപ്ഷൻ. റീസൺ ഫോർ മെനി ഓഫ് അവർ ഹെൽത്ത് പ്രോബ്ലം ആർ ലാക്ക് ഓഫ് ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, അപ്പം നമ്മളുടെ എന്താണ് ഹെൽത്ത് പ്രോബ്ലത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ലാക്ക് ഓഫ് ബാലൻസ്ഡ് ഡയറ്റ്, ഒരു ശരിയായ രീതിയിലുള്ള ഡയറ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇംപ്രോപ്പറായിട്ടുള്ള ഫുഡ് ഹാബിറ്റാണ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ അധികം ഇങ്ങനെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കത്തില്ല, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് ബർഗർ, പിസ്സ, ഈ അതുപോലുള്ള ഐറ്റംസ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് ഭക്ഷണം കഴിക്കുന്നത്, ഇപ്പോൾ ഉറങ്ങുന്നതിന് കുറേ 2 മണിക്കൂർ മുമ്പിലും ഭക്ഷണം കഴിക്കണം അല്ലേ. അപ്പോൾ നമ്മളിൽ അധികം പേരും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടന്നുറങ്ങുന്നവരാണ് അല്ലേ. അപ്പോൾ ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കാനായിട്ട് ടൈം വേണം അല്ലേ. അപ്പോൾ അതേസമയം ഭക്ഷണം കഴിച്ച് ഉടനെ ഒന്നും ഉറങ്ങാൻ പാടില്ല. അപ്പോൾ അതുപോലെയുള്ള ഇംപ്രോപ്പറായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്. ഓക്കെ, പിന്നെ ഇൻ ഓർഡർ ടു മേക്ക് ദ ഫുഡ് ഹെൽത്തിയർ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മെനി ഫാക്ടേഴ്സ് റൈറ്റ് ഫ്രം ദ സെലക്ഷൻ ഓഫ് ഫുഡ് ഐറ്റം ടു ഇറ്റ്സ് കൺസെപ്ഷൻ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തിയർ ആവണമെങ്കിൽ ഓക്കെ, ആരോഗ്യകരമായൊരു ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് ആ ഒരു ഭക്ഷണത്തിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് സെലക്ട് ചെയ്യുന്നത് മുതൽ അത് കഴിക്കുന്നത് വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു താഴെ ഒരു കോളം കൊടുത്തിട്ടുണ്ടല്ലേ. എന്താണ് ഇവിടെ നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫ്രം ദ സെലക്ഷൻ ഓഫ് ഫുഡ് ഐറ്റം ടു ഇറ്റ്സ് കൺസെപ്ഷൻ ടു ഗെറ്റ്സ്. ഫുഡ് ഐറ്റം സെലക്ഷൻ ചെയ്യുന്നത് മുതൽ അത് കഴിക്കുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് സെലക്ഷൻ ഓഫ് ഫുഡ് ഐറ്റം അല്ലേ, നല്ല ഭക്ഷണം സെലക്ട് ചെയ്യുക എന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. സെലക്ട് ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ഫ്രഷ് ഫുഡ് ഐറ്റംസ്. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങാനായിട്ട് ശ്രമിക്കുക അല്ലേ. ഓക്കെ, വാഷ് വെജിറ്റബിൾ ഓർ ഫ്രൂട്ട് വെൽ. നമ്മൾ വാങ്ങിക്കുന്ന വെജിറ്റബിൾ ആയിക്കോട്ടെ ഫ്രൂട്ട് ആയിക്കോട്ടെ എന്താണെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്യുക. പ്രോപ്പർ ഒന്നെങ്കിൽ സോൾട്ട് ഉള്ള വെള്ളത്തിൽ കുറച്ച് സമയം വെച്ച് അതിനുശേഷം വാഷ് ചെയ്താൽ അതിന് പുറമേയുള്ള അണുക്കളൊക്കെ നശിച്ചു പോകും. ഓക്കെ, അങ്ങനെ ചെയ്താൽ വളരെ നന്നായിരിക്കും. വെജിറ്റബിൾസൊക്കെ കുക്ക് വെൽ. ഓക്കെ, നന്നായിട്ട് കുക്ക് ചെയ്യുക. കുറേ സമയം ഇങ്ങനെ അത് തിളച്ച് വരുമ്പോൾ അതിലുള്ള മൈക്രോ ഓർഗാനിസമൊക്കെ നശിച്ചു പോകുമല്ലോ, ബാക്ടീരിയാസൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. വാഷ് അവർ ഹാൻഡ്സ് അല്ലേ, ഭക്ഷണത്തിന് മുമ്പ് നമ്മുടെ കൈകളൊക്കെ നന്നായിട്ട് കഴുകണം അല്ലേ. ഓക്കെ, നന്നായിട്ട് കഴുകണം. ദെൻ കൺസപ്ഷൻ ഓഫ് ദ ഫുഡ്, പിന്നെ ആഹാര സാധനം കഴിക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഭക്ഷണം സെലക്ട് ചെയ്യുന്നത് മുതൽ കഴിക്കുന്നത് വരെയുള്ള കാര്യങ്ങളെന്ന് പറയും. ഇത്രയും കാര്യങ്ങളിപ്പോൾ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം. While selecting food item, we buy cooked food item and ingredients for cooking food item from the shop, hotel and market. അല്ലേ, അപ്പോൾ നമ്മൾ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങും, അതേപോലെ ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും വാങ്ങാറുണ്ട് അല്ലേ. ഷോപ്പിൽ നിന്നും ഹോട്ടൽസിൽ നിന്നും മാർക്കറ്റിൽ നിന്നും ഒക്കെ. Do you ensure their quality while you select each of them? Let's take one example. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫുഡ് ഐറ്റം സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാറുണ്ടോ, ക്വാളിറ്റി ഉറപ്പ് വരുത്താറുണ്ടോ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അങ്ങനെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിൾ. ലെറ്റ്സ് ടേക്ക് വൺ എക്സാമ്പിൾ അല്ലേ. സി, ഇവിടെ 2 ഫിഷിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫ്രഷ് ആയിട്ടുള്ളതും അതുപോലെ റോട്ടൻ എന്ന് വെച്ചാൽ ചീഞ്ഞ ഫിഷ് അല്ലേ. സി, എവിടെ ഫ്രഷ് ഫിഷ് നോക്കിയേ കാണാൻ നല്ല തിളക്കത്തിൽ നല്ല സുന്ദരകുട്ടനായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. നല്ല റോട്ടൻ ആയതോ ഒരു റെഡ് കളറിൽ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ചൂസ് ചെയ്യുന്നത്, എങ്ങനെയുള്ള ഫിഷ് നമ്മൾ ചൂസ് ചെയ്യാം, എങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്യാം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് എങ്ങനെയുള്ള
ഫിഷാണ് ചൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ടു ചൂസ് വെൻ ദ ഫിംഗർ പ്രസ്ഡ് ഓവർ ദ ഫിഷ് ഈസ് റിലീസ്ഡ് ദ ഡിപ്രസ്ഡ് പാർട്ട് ഓൺ ദ ഫ്ലഷ് റീസ്റ്റോർ ഇറ്റ്സ് ഷേപ്പ്. നമ്മൾ വാങ്ങാൻ പോകുന്ന ഫിഷ് നല്ലതാണോ എന്ന് അറിയാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫിംഗർ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ഒരു കുഴിഞ്ഞ് വരുമല്ലോ. അപ്പോൾ നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആ കുഴിഞ്ഞ സ്ഥലം വീണ്ടും അതിൻ്റെ ആ ഫ്ലാറ്റ് ഷേപ്പിലേക്ക് നോർമലായിട്ട് വരും. ഓക്കെ, എങ്ങനത്തെ അവോയ്ഡ് ചെയ്യണം? ദ ഡിഫ്രഷൻ ഓൺ ദ ഫിഷ് കോസ്ഡ് ബൈ പ്രസ്സിങ് ഇറ്റ് വിത്ത് എ ഫിംഗർ റിമെയിൻസ്. അങ്ങനെ നമ്മൾ ഫിംഗർ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അവിടെ ഒരു ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഒരു കുഴി വരുമല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കുന്നെങ്കിൽ ആ ഫിഷ് വാങ്ങാൻ പാടില്ല. ഓക്കെ, ഇനി സ്ലൈറ്റ്ലി വെറ്റ് ആൻഡ് ഷൈനി ഔട്ടർ സ്കിൻ. ഓക്കെ, നല്ല വെറ്റായതും അതുപോലെ നല്ല ഷൈനി ആയിട്ടുള്ള ഔട്ടർ സ്കിന്നുള്ള ഫിഷ് വാങ്ങാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഫ്ലഷ് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ ബോൺ. അപ്പോൾ ഈ ബോണിൽ നിന്ന് ഫ്ലഷൊക്കെ ഡിറ്റാച്ച് ചെയ്ത പോലുള്ള ഫിഷ് ഒന്ന് അവോയ്ഡ് ചെയ്യണം. ഷൈനി ആൻഡ് പിങ്കിഷ് ഗിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗിൽ ചെകിളപ്പൂകൾ നല്ല ഷൈനിയും പിങ്കിഷും ആയിട്ടുള്ളതെങ്കിൽ നമുക്ക് വാങ്ങാം. ഇനി അപ്പോൾ സ്ലൈറ്റ്ലി ഗ്രീനിഷ് ഓർ ആഷ് കളേർഡ് ഗിൽസ്. അപ്പോൾ ഇങ്ങനെ ഈ ചെകിളപ്പൂക്കൾ ഒരു ഗ്രീനിഷും അല്ലെങ്കിൽ ആഷ് കളർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ഒഴിവാക്കണം. ഓക്കെ, നല്ല പിങ്കിഷും ആണെങ്കിൽ അത് നമുക്ക് വാങ്ങാം. അത് ഫ്രഷ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇൻടാക്ട് ഐസ് വിത്ത് നോർമൽ കളർ. ഫ്രഷ് മീനിന് ഇൻടാക്റ്റ് ആയി വിത്ത് നോർമൽ കളറായിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ആ കണ്ണുകൾ യഥാസ്ഥാനത്ത് നിന്നിട്ട് നല്ല നോർമൽ കളറിൽ ഉണ്ടാവും. ഓക്കെ, ഇനി റോട്ടൺ ഫിഷിനാണെങ്കിലോ സങ്കൺ ഐ ആയിരിക്കും. എന്ന് വെച്ചാൽ കൊഴിഞ്ഞതായിരിക്കും. അതുപോലെ ഒരു ഫ്രഷ് ഫിഷിന് നോ ഫോൾ സ്മെൽ, യാതൊരു ചീഞ്ഞ നാറ്റവും അല്ലെങ്കിൽ ഒരു മണമോ ഒന്നും ഉണ്ടാവില്ല അല്ലേ. എന്നാൽ ആ റോട്ടൻ ഫിഷിനാവട്ടെ ഫോൾ സ്മെൽ, ഒരു ചീഞ്ഞ മണം അല്ലെങ്കിൽ ഒരു നാറ്റം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു ഫിഷ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. From the table, find out precautionary measures to be taken while selecting fish and record them in the science diary. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ നോക്കിയിട്ട് എന്തൊക്കെ മെഷേഴ്സാണ് നമ്മളൊരു മീൻ വാങ്ങുമ്പോൾ ഒരു ഫിഷ് വാങ്ങുമ്പോൾ എടുക്കേണ്ടതെന്ന് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ടോപ്പിക് നോക്കാം, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ്. ഇൻ യുവർ ഹൗസ് വേർ ഡു യു ഗെറ്റ് മിൽക്ക് ഫ്രം? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നമുക്ക് ഡെയിലി എല്ലാവർക്കും മിൽക്ക് ആവശ്യമുള്ളവരാണ് അല്ലേ, ചായ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ മിൽക്ക് നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്? അപ്പോൾ ബൈ പാക്കറ്റ് മിൽക്ക് അല്ലേ, അധികം ആൾക്കാരും പാക്കറ്റ് മിൽമ പോലത്തെ പാക്കറ്റ് മിൽക്കായിട്ടും വാങ്ങുന്നത് അല്ലേ. പിന്നെ എവിടെ നോക്കിയാൽ നമ്മൾക്ക് മിൽക്ക് ലഭിക്കാം? ഓക്കെ, ഗെറ്റ് മിൽക്ക് ഫ്രം ലോക്കൽ ഡയറി അല്ലേ. ലോക്കൽ ഡയറി മാർക്കറ്റിൽ നിന്ന് മിൽക്ക് കിട്ടാം. അതല്ലെങ്കിൽ ഫാമിൽ നിന്ന് അല്ലേ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫാമിൽ നിന്നോ അല്ലേ, അല്ലെങ്കിൽ പശുക്കളുണ്ടെങ്കിൽ അങ്ങനെ അവിടെ നിന്നൊക്കെ നമുക്ക് മിൽക്ക് വാങ്ങാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ് ഫ്രം ദ ഷോപ്പ്? അപ്പോൾ ഈ ഷോപ്പ് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്? എക്സാമിൻ ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പുട്ട് ടിക്ക് മാർക്ക് ഇൻ ദ അപ്രോപ്രിയേറ്റ് ബോക്സ്. അപ്പോൾ താഴെ കുറച്ച് ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുമ്പോൾ നമ്മൾ ടേക്കൺ ചെയ്യേണ്ട മെഷർമെൻറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുക. ഫസ്റ്റ് വൺ, മിൽക്ക് പാക്കറ്റ് വിത്ത് ലോഗോ. പാക്കറ്റ് വിത്ത് ലോഗോ അല്ലേ, ഒരു മിൽക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ പാക്കറ്റിൽ ലോഗോ ഉണ്ടായിരിക്കണം അല്ലേ. ഡിസ്കളേർഡ് മിൽക്ക്, ഡിസ്കളേർഡ് കളർ വൈറ്റ് അല്ലാതെ എന്തെങ്കിലും കളർ മാറ്റം സംഭവിച്ച മിൽക്ക് വാങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലേ. അൺപാക്ക്ഡ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ്, പാക്ക് ചെയ്യാത്ത മിൽക്കും മിൽക്ക് പ്രൊഡക്റ്റും നമുക്ക് വാങ്ങാൻ പറ്റുമോ? ഇല്ല. ഡേറ്റ് ഓഫ് പാക്കിംഗ് ആൻഡ് എക്സ്പയറി പ്രിൻറ്റഡ് ഓൺ ദ പാക്കറ്റ് അല്ലേ. അപ്പോൾ ഡേറ്റ് ഓഫ് പാക്കിംഗ് ഉണ്ടാവണം അല്ലേ, എക്സ്പയറി ഡേറ്റ് ഒക്കെ അതിൽ ശരിക്കും പ്രിൻറ്റ് ചെയ്തതാണെങ്കിൽ നമുക്ക് വാങ്ങാം അല്ലേ. ഇനി ക്വാളിറ്റി ഓഫ് സോഴ്സ്, അത് എവിടെ നിന്നാണ് അത് ലഭിച്ചത് അല്ലേ, അത്. പിന്നെ പാക്ക്ഡ് ആൻഡ് സീൽഡ് ചീസ് ആൻഡ് പനീർ, പാക്ക് ചെയ്തതും അതുപോലെ സീൽ ചെയ്തതുമായ ചീസും പനീറൊക്കെ നമുക്ക് വാങ്ങിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റായിട്ട് നമുക്കതിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവണം അല്ലേ, എപ്പോഴാണ് പാക്ക് ചെയ്തത്, എന്ത് എക്സ്പയറി എന്നാണെന്നും അപ്പോൾ അതിൽ ലോഗോ ഉള്ള മിൽക്കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കളേർഡ് സംഭവിച്ചോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മളൊരു മിൽക്ക് വാങ്ങേണ്ടത് അല്ലേ. അടുത്ത ടോപ്പിക് നോക്കാം, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ. ഡോണ്ട് യു ബൈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഫ്രം ഷോപ്പ്? വാട്ട് ഫാക്ടേഴ്സ് ആർ ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദം? ഓക്കെ, ഇനി ഫ്രൂട്ട്സും വെജിറ്റബിൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ടു ബി സെലക്റ്റഡ്, എങ്ങനെയുള്ള ഫ്രൂട്ട്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്? ടു ബി അവോയ്ഡഡ്, എങ്ങനെയുള്ള ഫ്രൂട്ട്സ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യാം?
ഓക്കെ, അപ്പോൾ അൺഡാമേജ്ഡ് ഔട്ടർ സ്കിൻ അല്ലേ, എങ്ങനെയുള്ള ഫ്രൂട്ട്സാണ് സെലക്ട് ചെയ്യുന്നത്? അൺഡാമേജ്ഡ് ഔട്ടർ സ്കിൻ ആളുകൾ, പുറംതൊലി യാതൊരു ഡാമേജ് ആവാത്ത ഫ്രൂട്ടായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ടു ബി അവോയ്ഡഡ്, എങ്ങനത്തെ അവോയ്ഡ് ചെയ്യാം? ഡാമേജ്ഡ് ഔട്ടർ സ്കിൻ അല്ലേ. ഔട്ടർ സ്കിന്നിന് ഡാമേജ് ആയിട്ടുള്ളത്, ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ പൊട്ടി പോലത്തുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാം. സെക്കൻഡ് വൺ, ഫ്രഷ് ആൻഡ് ഫേം ടെക്സ്ചർ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫേം ആയിട്ടുള്ള ടെക്സ്ചറുള്ള ഫ്രൂട്ട് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി അവോയ്ഡ് ചെയ്തത് എങ്ങനത്തെയാണ്? ഓവർ റിപ്പ് ആൻഡ് ടു സോഫ്റ്റ് അല്ലേ, നന്നേ പഴുത്തതും അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പഴങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. അതുപോലെ നോ ഫോൾ സ്മെൽ അല്ലേ, യാതൊരുവിധ സ്മെല്ലും ഇല്ലാത്ത ഫ്രൂട്ട് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഇനി അവോയ്ഡ് ചെയ്യേണ്ടത് ഫ്രൂട്ട് വിത്ത് ഫോൾ സ്മെൽ അല്ലേ, ഒരു ബാഡ് ആയിട്ടുള്ള സ്മെല്ലുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമ്മളൊരു ഫ്രൂട്ട് ഷോപ്പിൽ കയറുമ്പോൾ നമുക്കറിയാമല്ലേ, നമ്മൾ അവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് നിരത്തി വെച്ചിട്ടുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയത് തിരഞ്ഞെടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട് അല്ലേ. നല്ല കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റ് ആയിട്ട്, നല്ല കളറായിട്ട്, നല്ല സ്കിന്നൊന്നും യാതൊരു എന്തെങ്കിലും പൊട്ടലോ പാടുകളോ ഒന്നും ഇല്ലാത്ത നല്ല സ്മെല്ലുള്ള നല്ല ഫ്രൂട്ട്സേ അല്ലെങ്കിൽ വെജിറ്റബിൾസേ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കാനോ അല്ലേ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു ടോപ്പിക് നോക്കാം, വൈൽ ചൂസിങ് പാക്ക്ഡ് ഫുഡ് ഐറ്റം. ഇനി പാക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. Nowadays, many food items like biscuit, chocolate, chips and juices are available in the packet. അല്ലേ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലത്ത് ഒരുപാട് ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ചിപ്സ് പോലത്തെയൊക്കെ പാക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ. ഹാവ് യു നോട്ടീസ്ഡ് ദ ഇൻഫർമേറ്ററി റിഗാർഡിംഗ് ദ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് റെക്കോർഡ് ഓൺ സച്ച് പാക്കറ്റ്? അപ്പോൾ അങ്ങനെയുള്ള പാക്കറ്റിൻ്റെ പുറമെ എഴുതിയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? ബ്രിങ് ആൻ എംപ്റ്റി ഫുഡ് പാക്കറ്റ്, ബിസ്ക്കറ്റ്, ബ്രെഡ്, ചോക്ലേറ്റ്. അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെയോ ബ്രെഡിൻ്റെയോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഒരു എംപ്റ്റി ആയിട്ടുള്ള പാക്കറ്റ് കൊണ്ടുവരാം. എന്നിട്ട് ഫ്രം യുവർ ഹോം എക്സാമിൻ ദ ലേബൽ ഓൺ ഇറ്റ് യൂസിങ് ഹാൻഡ് ലെൻസ്. എന്നിട്ട് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് അതിൻ്റെ പുറമെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാനാണ്. വാട്ട് ഇൻഫർമേഷൻ ആർ യു ഏബിൾ ടു കളക്ട്? അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത്? റെക്കോർഡ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പാക്കറ്റിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷനാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഫൈൻഡ് ഔട്ട് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ആർ പ്രസൻറ്റ് ഇൻ ദ ലേബൽ ഓഫ് ദ പാക്കറ്റ് യു ഹാവ് എക്സാമിൻ. ഇനി നിങ്ങൾ ഇതുപോലത്തെ ഒരു ബിസ്ക്കറ്റിൻ്റെയോ അതുപോലെ ചോക്ലേറ്റിൻ്റെയോ ഒരു പാക്കറ്റ് എടുത്ത് അത് എക്സാമിൻ ചെയ്യണം. എന്നിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാനാണ്. ഓക്കെ, നെയിം ഓഫ് ദ ഫുഡ് ഐറ്റം അതുണ്ടാവുമോ? ഉണ്ടോ? എന്താണ് നെയിം? ആ ഫുഡിൻ്റെ നെയിം. പിന്നെ ലിസ്റ്റ് ഓഫ് ദ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആ ഫുഡ് ഐറ്റത്തിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ഇൻഫർമേഷൻ റിഗാർഡിങ് ന്യൂട്രിയൻസ്. ഇനി അതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂ അത് നമ്മൾ ഏകദേശം വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ സിമ്പിൾ. അപ്പോൾ വെജിറ്റേറിയൻ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ സിമ്പിൾസ് ഉണ്ടോ? പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ, അഡ്രസ് ഓഫ് പ്രൊഡ്യൂസർ. അതെവിടെ എപ്പോഴാണ് പ്രൊഡക്ഷൻ ചെയ്തത്, ആരാണത് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ആഡഡ് പ്രിസർവേറ്റീവ്, എന്തൊക്കെ പ്രിസർവേറ്റീവാണ്, അത് കേടാവാതിരിക്കാൻ എന്തൊക്കെ പ്രിസർവേറ്റീവാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കളറിംഗ് മെറ്റീരിയൽ യൂസ്ഡ്, അതിന് ഏതെങ്കിലും തരത്തിലുള്ള കളറിംഗ് ഏജൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ. ലൈസൻസ് നമ്പർ ആൻഡ് FSSAI ലോഗോ അല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് നമ്പർ, മെത്തേഡ് ഓഫ് യൂസ്, അപ്പോൾ അത് യൂസ് ചെയ്യേണ്ട വിധം ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടോ. അപ്പോൾ ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് ആൻഡ് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് കണ്ടത് അതൊക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഒരു പാക്കറ്റ് ഫുഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പാക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് നോക്കാം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡൾട്രേഷൻ ആണ് അല്ലേ. അഡൾട്രേഷൻ എന്ന് വെച്ചാൽ ഫുഡിൽ മായങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള മായങ്ങളാണ് ഓരോ ഫുഡ് ഐറ്റംസിലുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അത് ഇതിൻ്റെ പാർട്ടുമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.